വെൽക്കം ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊമേഴ്സ് യുടെ ഇക്കണോമിക്സിൽ വരുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇന്ത്യൻ ഇക്കോണമി. അപ്പൊ നിങ്ങൾ എല്ലാവരും ക്ലാസ് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഇക്കണോമിക്സിന്റെ മൈക്രോ ഇക്കണോമിക്സ് കേട്ടിട്ടുണ്ടാവും, മാക്രോ കേട്ടിട്ടുണ്ടാവും, പബ്ലിക് ഫിനാൻസ് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ വേറൊരു ബ്രാഞ്ചസ് ആണ് ഇന്ത്യൻ ഇക്കോണമി എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്. ഓക്കെ, അപ്പൊ എന്താണ് ഇന്ത്യൻ ഇക്കോണമി? നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ത്യൻ ഇക്കോണമി ലെവൽ എന്താണ്, നമ്മുടെ ഇക്കണോമിക്കൽ സിറ്റുവേഷൻ എന്താണ്, ഇൻഡിപെൻഡൻസിന്റെ മുമ്പ് നമ്മുടെ ഇക്കണോമിക്കൽ സിറ്റുവേഷൻ എന്തായിരുന്നു, ഈ ഇൻഡിപെൻഡൻസിന്റെ ശേഷം എന്തായിരുന്നു, ഇക്കണോമി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസുകൾ എന്തൊക്കെയാ എന്നാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് നമുക്ക് എന്തായിരിക്കും ഇക്കണോമിയുടെ പ്രോബ്ലംസുകൾ എന്ന് നമുക്ക് ഒരു ചെറിയ രീതിയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഇൻഡിപെൻഡൻസിന്റെ മുമ്പ് ഉണ്ടാവുന്ന ഒരു ഇക്കണോമിക്കൽ ലെവലാണോ, അല്ലെങ്കിൽ നമ്മുടെ ഇക്കണോമി ആണോ ഇന്ന് നമ്മൾ കാണുന്ന ഇക്കണോമി? അല്ലല്ലേ. നമുക്കറിയാം ഇൻഡിപെൻഡൻസിന്റെ മുമ്പ് നമ്മുടെ ഇക്കണോമി ഭരിച്ചത് ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു അല്ലെ. അവരുടെ കയ്യിലായിരുന്നു നമ്മുടെ ഇക്കണോമിയിലെ മൊത്തത്തിലുള്ള എല്ലാ കൺട്രോളിങ് കാര്യങ്ങളും, മൊത്തം ഇക്കണോമിയെ കൺട്രോൾ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ബ്രിട്ടീഷുകാരുടെ എടുത്തായിരുന്നു അല്ലെ. അന്ന് അവർ ഫോക്കസ് ചെയ്തത് അഗ്രികൾച്ചറൽ കാര്യങ്ങളായിരുന്നു. നമ്മുടെ ഇക്കണോമി അതിന് ശേഷം, ഇൻഡിപെൻഡൻസിന് ശേഷമാണ് നമ്മുടെ ഇക്കണോമിയിൽ ഒരു ഡെവലപ്മെന്റ് വന്നത്. ഒരുപാട് കാര്യങ്ങൾ ചേഞ്ചസിലോട്ടും വന്നതും ഈ ഒരു ബ്രിട്ടീഷിന്റെ റൂളിൽ നിന്നും കൺവേർട്ട് ആയി നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇക്കണോമിക്കൽ സിറ്റുവേഷനിലേക്ക് വന്നത്. എന്നാൽ ഇപ്പോഴും എന്താണ്, നമ്മുടെ ഇക്കണോമി ഒരുപാട് പ്രോബ്ലംസുകൾ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ നോക്കൂ, നമുക്കറിയാം ഇന്ത്യൻ ഇക്കോണമി എന്ന് പറഞ്ഞെങ്കിൽ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഇക്കോണമിയാ അല്ലെ. അതെന്താണ് മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത്? മീൻസ് ഇവിടെ ഇതൊരു ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് മിക്സഡ് ഇക്കോണമിയാ. അപ്പം ഈ ഒരു മിക്സഡ് ഇക്കോണമി ഉള്ളത് നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ ക്യാരക്ടർ, അതായത് എക്കണോമിക്കലി നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? പ്രൈവറ്റും ഉണ്ട്, ഗവൺമെന്റും ഉണ്ട് അല്ലെ. അതായത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട്, അതായത് ഇൻഡിവിജ്വലി ഓൺ ചെയ്യുന്ന ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ കൺട്രോൾ ബൈ ദി ഗവൺമെന്റിന്റെ കൺട്രോളും, അപ്പൊ തന്നെ ഇൻഡിവിജ്വലി കൺട്രോളിങ്ങും ഉണ്ട്. അതുകൊണ്ടാണ് ഇത് മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത്. നമ്മുടെ ഇക്കോണമിയിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസുകൾ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇക്കോണമിയുടെ. മീൻസ് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണ് അല്ലെ. അപ്പൊ അതിലൂടെ തന്നെ നമുക്ക് ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്തൊക്കെ പ്രോബ്ലംസുകളായിരിക്കും ഇന്ത്യൻ ഇക്കോണമി ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെന്നാണൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഇന്ത്യ ഈസ് എ മിക്സഡ് ഇക്കോണമി. ഞാൻ പറഞ്ഞു ലോ പെർ ക്യാപിറ്റ ഇൻകം. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ലോ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള ഒരു ഇക്കോണമിയാണ്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഇക്കോണമിയിലുള്ള വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ലോ പെർ ക്യാപിറ്റ ഇൻകം ആണ്. നെക്സ്റ്റ് നോക്കൂ, റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുക അല്ലെ. 2002 നടന്ന ഒരു മീൻസ് 2002 ഉള്ള ഒരു പോപ്പുലേഷൻ റേറ്റ് അല്ല ഇപ്പൊ ഉള്ളത്. നമുക്ക് 10 ഇയറിന് ശേഷം ഓരോ സെൻസസ് വരുന്നതിന് ശേഷവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കറക്റ്റ് എന്താണോ നമ്മുടെ പോപ്പുലേഷൻ, ഇപ്പോഴത്തെ പോപ്പുലേഷൻ റേറ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഒരു കംപ്ലീറ്റ്ലി എന്താണ്, റാപ്പിഡ്ലി ഇൻക്രീസിങ് ആണ് നടക്കുന്നത് അല്ലെ. പോപ്പുലേഷൻ എന്ന് പറയുന്നത് റാപ്പിഡ്ലി ഇൻക്രീസിങ് ആണ് നടക്കുമ്പോൾ അതും ഒരു വൺ ഓഫ് ദ മെയിൻ പ്രോബ്ലം ആണ്. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ്. എന്താ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ? അൺഎംപ്ലോയ്മെന്റ് പറഞ്ഞാൽ എന്താ? ദോസ് വില്ലിങ്നെസ് ടു ഡു എ ജോബ്. അതായത് ഒരു ജോലി ചെയ്യാൻ എല്ലാവരും വില്ലിങ് ആണ്, പക്ഷെ അവിടെ ഒരു ജോലി ഇല്ല. there is no എനി ജോബ്. മീൻസ് ഒരു പേഴ്സണ് ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്, പക്ഷെ ജോലി ചെയ്യാനുള്ള സ്കില്ലും കാര്യങ്ങളും എല്ലാം ആ ഒരു പേഴ്സൺസിനുണ്ട്. പക്ഷെ എന്താണ്, അവർക്ക് ആ ജോലി ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ ജോബ് ഇക്കണോമിയിൽ ഇല്ല അല്ലെ. ഒരുപാട് കേസസിൽ അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യയിലുള്ള ജനങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്കറിയാം ഓരോ സീസണിൽ അല്ലെ, ചില സീസണിൽ ചില വർക്കുകൾ മീൻസ് എംപ്ലോയ്മെന്റ് ഉള്ളവരുണ്ട്. ആ സീസണിൽ മാത്രമേ അവർക്ക് ആ ജോലി ഉണ്ടാവും. പിന്നെ ആ സീസൺ കഴിഞ്ഞതിന് ശേഷം ജോലി ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇക്കണോമിക്കൽ സൈക്കിളിലെ ചിലപ്പോൾ പീരീഡിലും ബൂം റിസഷൻ അങ്ങനെയുള്ള പീരീഡുകൾ ജോലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. മീൻസ് ചില സമയങ്ങളിൽ മാത്രം ഇവർക്ക് ജോലി. പിന്നെ ചില കേസസിൽ നോക്കൂ, ഈ അഗ്രികൾച്ചറിലോട്ട് വരുന്ന സമയത്ത് ചില ടൈമിൽ, പ്രത്യേക ഓരോ ടൈമിൽ സീസണിലായിരിക്കും ഇവർക്ക് ജോബ് ഉണ്ടാവുക. അപ്പൊ അങ്ങനത്തെ
ഒക്കെ ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് എന്ത് ഇഫക്ട് ചെയ്യുന്നുണ്ട്, ഇക്കണോമിയെ ബാധിക്കുന്നുണ്ട് അല്ലെ അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ ഒരു പേഴ്സണിന് ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ എന്താണ് അദ്ദേഹത്തിന് ഇൻകം ഉണ്ടാവില്ല അല്ലെ. ആ ഇൻകം ഇല്ലെങ്കിൽ അതെന്താണ് ഇക്കണോമിയെ മൊത്തത്തിലായിട്ട് ബാധിക്കും അല്ലെ. ഒരു പേഴ്സണ് ഇൻഡിവിജ്വൽ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ഇക്കണോമിയുടെ സ്ട്രെങ്ത് ആണ് അല്ലെ. ഒരു പേർക്ക് ഇപ്പൊ ഇൻകം ഇല്ലെങ്കിൽ അത് മൊത്തത്തിലായിട്ട് ബാധിക്കും അല്ലെ, ഇക്കണോമിയെ മൊത്തത്തിൽ ഓൾ ഓവർ ആയിട്ട് ഇഫക്ട് ചെയ്യും. അപ്പൊ അതാണ് എന്ത് മീൻസ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോ പ്രൊഡക്ടിവിറ്റി, നമുക്കറിയാം ഇപ്പോഴുള്ള പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻസ് ഹൈലി ഇൻക്രീസ് ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്നു. മീൻസ് ഇൻഡിപെൻഡൻസിന് മുമ്പുള്ളതിന് മീൻസ് ശേഷമുള്ളത് പോലെ അല്ല ഇപ്പൊ നമ്മുടെ ഇക്കണോമിയുടെ ലെവൽ. ഇപ്പൊ ഒരുപാട് ഇൻഡസ്ട്രിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തിനു വേണ്ടി? നമ്മുടെ കൺട്രി ഒന്നുകൂടി ഡെവലപ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് മീൻസ് ഇൻഡസ്ട്രിയും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ട് അല്ലെ. ഒരുപാട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ട് ഇൻഡസ്ട്രി ഫീൽഡിൽ. പക്ഷെ ഇപ്പോഴും എന്താണ് ഈ ഇൻഡസ്ട്രീസുകളും ഒരുപാട് പ്രോബ്ലംസുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലോ പ്രൊഡക്ടിവിറ്റി ആവാനുള്ള ഒരുപാട് ചാൻസസ് ഇപ്പോഴും കാണാറുണ്ട്. ലോ പ്രൊഡക്ടിവിറ്റിയും ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ലോ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഓഫ് എ ക്യാപിറ്റൽ, നമുക്കറിയാം ക്യാപിറ്റൽ അല്ലെ, നമ്മുടെ ഇക്കണോമിയിൽ ഉണ്ടാവുന്ന ക്യാപിറ്റലും ഷോർട്ടേജ് ഓഫ് എ ക്യാപിറ്റലും ഇപ്പൊ കാണുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം തന്നെയാണ് ഷോർട്ടേജ് ഓഫ് എ ക്യാപിറ്റൽ, അതായത് ഡെഫിഷ്യൻസി ഓഫ് എ ക്യാപിറ്റൽ. പിന്നെ സർവീസ് ഡ്രിവൻ ഇക്കോണമി, നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സർവീസ് ഡ്രിവൻ ഇക്കോണമി. എന്താ ഈ സർവീസ് ഡ്രിവൻ ഇക്കോണമി എന്ന് പറഞ്ഞാൽ? മീൻസ് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇക്കണോമിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. മീൻസ് വേൾഡിൽ നമ്മൾ സെക്കൻഡ് ആണ് കൊടുക്കുന്നത് ഇന്ത്യക്ക്. പക്ഷെ ഒരു ഇക്കണോമി എന്ന് പറയുന്നത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇക്കണോമിയാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹയർ പോവർട്ടി, നമുക്കറിയാം ഈ വേൾഡിൽ വെച്ചിട്ട് ഇന്ത്യയിലും ഒരുപാട് പോവർട്ടി ഫേസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഒരു പോവർട്ടി കൺട്രി ആണ് അല്ലെ. ഇപ്പൊ ഒരുപാട് പോവർട്ടി ഇന്നും ഇന്ത്യയിൽ സ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ഹയർ ഇൻകം ഇൻഇക്വാലിറ്റി, ഇത് ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഹയർ ഇൻകം ഇൻഇക്വാലിറ്റി ആണ് അല്ലെ. ഇൻകം ഇൻഇക്വാലിറ്റി സ്റ്റിൽ ഇപ്പോഴും ഇൻകം ഇൻഇക്വാലിറ്റീസ് കാണാറുണ്ട്. അതാണ് ഹയർ ഇൻകം ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ടെക്നോളജി ബാക്ക്വേർഡ്. നമുക്കറിയാലേ ഇന്ത്യ എന്ന് പറയുന്നത് ഹൈലി നമ്മൾ ടെക്നോളജികളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാ. നമ്മളൊക്കെ മറ്റ് വേറെ കൺട്രീസുകളിൽ നിന്നൊക്കെയുള്ള ഓരോ പ്രൊഡക്ട്സ് ടെക്നോളജി ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ സ്വന്തമായിട്ട് നമ്മൾ മീൻസ് ടെക്നോളജി കാര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ടെക്നോളജിക്കലി കുറച്ച് ബാക്ക്വേർഡ് അല്ലെ. മറ്റ് കൺട്രീസിനെ പോലെയല്ല, നമ്മൾ ടെക്നോളജിക്കലി കുറച്ച് ബാക്ക്വേർഡ് ആണ്. നമ്മൾ ഇപ്പോഴും തന്നെ പുതിയ ഇന്നോവേഷൻസും കാര്യങ്ങളൊക്കെ ഇൻഡസ്ട്രീസിൽ അപ്ലൈ ചെയ്യണമെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്തതിൽ കൂടുതൽ വേറെ കൺട്രീസിന്റെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മീൻസ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഇക്കോണമി എത്രത്തോളം ടെക്നോളജിക്കലി ഇൻവേർട്ടഡ്, അതായത് നമ്മൾ ടെക്നോളജിക്കലി എത്രത്തോളം ഡെവലപ്ഡ് ആയി എന്നെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആണ് പറയുന്നത് എന്ത്, ഇന്ത്യ എന്ന് പറയുന്നത് ടെക്നോളജിക്കലി ബാക്ക്വേർഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, സ്ലോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. നമുക്കറിയാം ഒരുപാട് ഇൻഡസ്ട്രിയും കാര്യങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട്. പക്ഷേ എന്നാലും എന്താണ് മെല്ലെ ഈ ഒരു ഇൻഡസ്ട്രി എന്താണ് ഡെവലപ്ഡ് ആവുന്നുള്ളൂ. അതുമായിരിക്കും വൺ ഓഫ് ദ മെയിൻ റീസൺ ഫോർ അവർ ദ ഡെവലപ്ഡ് കൺട്രി. അതായത് നമ്മുടെ ഡെവലപ്ഡ് കൺട്രിയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെ നമുക്ക് എന്ത് പറയാം, സ്ലോ ഇൻഡസ്ട്രി ഇൻക്രീസിങ് ദ ഇൻഡസ്ട്രീസുകളൊക്കെ പതിയെ മീൻസ് ഗ്രോത്ത് ആവുന്നുള്ളൂ. മെല്ലെ ഇത് ഗ്രോ ചെയ്യുന്നുള്ളൂ, സ്ലോലി ഇൻക്രീസിങ് ആട്ടോ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത് സ്ലോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഈ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് അണ്ടർ ഡെവലപ്മെന്റ് മാർക്കറ്റ് മണി മാർക്കറ്റ് ആണ്. അണ്ടർ ഡെവലപ്മെന്റ് മണി മാർക്കറ്റ് ആണ്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, മണി മാർക്കറ്റിലും വളരെ താഴത്താണ്, അണ്ടർ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഇത്രയാണ് എന്ത് ഇക്കണോമിക്കലി നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇപ്പൊ കണ്ടിന്യൂ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഇന്ത്യൻ ഇക്കണോമിക് പ്രോബ്ലംസുകൾ. അപ്പൊ നിങ്ങൾ ഇന്ത്യൻ ഇക്കണോമിയിലെ ചെറിയൊരു പ്രോബ്ലംസുകൾ മാത്രം മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രം രൂപത്തിൽ മാത്രം. ഇനി ഇതിൽ കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. റെവല്യൂഷൻസ്, ഗ്രീൻ റെവല്യൂഷൻ വന്നതിന് ശേഷം ഇക്കണോമിയിൽ വന്ന ചേഞ്ചസിനെ കുറിച്ച് പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. മീൻസ് ഗ്രീൻ റെവല്യൂഷനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും ഇൻഡിപെൻഡൻസിന് ശേഷം ഈ ഇക്കണോമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകൾ കാരണങ്ങളായ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം അതിന് ഇൻഡിപെൻഡൻസിന് ശേഷം വന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ അഗ്രികൾച്ചറിൽ ഒരുപാട്
ചേഞ്ചസ് കൊണ്ടുവന്നത്. മീൻസ് അഗ്രികൾച്ചറിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നതിലൂടെയാണ് കൺട്രി ഒന്നും കൂടെ ഇംപ്രൂവ് ആയത് അല്ലെ. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തത്, അതുപോലെ തന്നെ അഗ്രികൾച്ചറിൽ ഇൻക്രീസ് ചെയ്തത്. നമുക്കറിയാം ഫെർട്ടിലൈസർ യൂസേഴ്സ് ഒക്കെ വന്നോണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അഗ്രികൾച്ചറിൽ അഡോപ്റ്റ് ചെയ്തതിലൂടെയാണ് അഗ്രികൾച്ചറിലും ഒരു ഇമ്പ്രൂവ്മെന്റ് തന്നത്. നമുക്കറിയാം ഈ അഗ്രികൾച്ചറിൽ മെയിൻലി ഒരുപാട് ആൾക്കാർ അത് അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരായിരുന്നു അല്ലെ. ബ്രിട്ടീഷ് റൂൾ കാലത്തൊക്കെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ. കാരണം അവരുടെ ഇൻകം ജനറേഷൻ എന്ന് പറയുന്നത് എന്താ, ത്രൂ ദിസ് ഈ ഒരു അഗ്രികൾച്ചർ ആയിരിക്കും അവരുടെ മെയിൻ സോഴ്സസ് ഓഫ് ഇൻകം. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതലായിട്ടും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തവരാണ്. അവർ ഒരുപാട് ടെക്നോളജിക്കലായിട്ടും ടെക്നിക്കലായി ഒരുപാട് ഒരുപാട് ഫെർട്ടിലൈസേഴ്സുകളും കാര്യങ്ങളൊക്കെ അവരതിൽ അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്നും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെയാണ് ഒരു ഗ്രോത്ത് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിന്റെ ഒരു ടേൺ ഓവർ അല്ലെങ്കിൽ ഒരു ചേഞ്ച് എന്ന് പറയാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പം ഇന്ന് ഇക്കണോമിയിൽ ഫേസ് ചെയ്യുന്ന ഇന്ത്യൻ ഇക്കോണമിക് പ്രോബ്ലംസ് എന്തെന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് പറഞ്ഞ ഈ പോയിന്റ്സുകളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും കേട്ടോ. എന്തൊക്കെയായിരുന്നു? ഇന്ത്യ, നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് മിക്സ്ഡ് ഇക്കോണമിയാണ്. ലോ പെർ ക്യാപിറ്റ ഇൻകം ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒരു ലോ പെർ ക്യാപിറ്റ ഇൻകം ആണ്. റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുക അല്ലെ. ഇയർ ടു ഇയറിൽ ഓരോ സെൻസസ് എടുക്കുന്ന സമയത്ത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണ്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് മീൻസ് പോപ്പുലേഷൻ റേറ്റ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ട് വരികയാണ്. അപ്പൊ കൂടിക്കൊണ്ട് വരുന്ന സമയത്ത് നമുക്കറിയാം നമുക്കുണ്ടാവുന്ന റിസോഴ്സസും കാര്യങ്ങളൊക്കെ എന്താണ്, ലിമിറ്റഡ് ആണ് അല്ലെ. അപ്പൊ ഒരുപാട് ജനങ്ങൾ, ഒരുപാട് പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ആ റിസോഴ്സസുകൾ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ആയിട്ടുണ്ട് എന്നറിയാം. എന്നാലും ഒരുപാട് റിസോഴ്സസുകൾ എന്ന് പറയുന്നത് ഇപ്പോഴും ലിമിറ്റഡ് ആണ്. അപ്പൊ ആ ഒരു ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചതുകൊണ്ട് അല്ലെങ്കിൽ ആ ലിമിറ്റഡ് കാര്യങ്ങൾ വെച്ചത് കൊണ്ടാവണം നമ്മളുടെ ഈ ഒരു മീൻസ് എല്ലാവരുടെയും യൂസേജ് എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷൻ കൂടുന്നത് എന്ന് പറയുന്ന സമയത്ത് ഇക്കണോമിയിൽ വേറൊരു പ്രോബ്ലംസ് തന്നെ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു വലിയൊരു ചാൻസ് തന്നെ ഉണ്ട് അല്ലെ. അപ്പം ഇക്കണോമിക്കലി പ്രോബ്ലം ഫേസ് ചെയ്യാനുള്ള ഒരു ചാൻസസ് കൂടി ഇതിൽ കാണാൻ പറ്റും. അതുപോലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളോട്, എംപ്ലോയ്മെന്റ് റേറ്റ്, ജോലി ചെയ്യാൻ ഒരുപാട് സ്കിൽഡ് പേഴ്സൺസ് ഒക്കെ ഉണ്ട്. ദേ ആർ റെഡി ടു ഡു എ ജോബ് ബട്ട് ദേ ആർ ഫേസിങ് എ ലോട്ട് ഓഫ് എ പ്രോബ്ലം ഇൻ കേസ് ഓഫ് ആബ്സെൻസ് ഓഫ് എ ജോബ്. അതായത് ഒരു ജോബ് കിട്ടാനുള്ള അവിടെ ഒരു ജോബിന്റെ ആബ്സെൻസിലൂടെ അവർ ഒരുപാട് പ്രോബ്ലംസുകൾ ഫേസ് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ ലോ പ്രൊഡക്ടിവിറ്റി പറഞ്ഞു. അതായത് മീൻസ് ഹൈലി പ്രൊഡക്ടിവിറ്റി ആവാനൊക്കെ നമ്മൾ മാക്സിമം റിസോഴ്സസുകളും പിന്നെ ഇൻഡസ്ട്രീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പുതിയ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, പുതിയ ചേഞ്ചസുകളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഒരുപാട് ടെക്നോളജിക്കലി ആയിട്ട് അവർ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ബട്ട് എന്നാലും ലോ പ്രൊഡക്ടിവിറ്റി അവിടെ ഫേസ് ചെയ്യുന്നു. ഓക്കെ, ഡെഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റലും വൺ ഓഫ് ദ പ്രോബ്ലംസ് ആണ്. അതുപോലെ തന്നെ സർവീസ് ഡ്രിവൺ ഇക്കോണമി. ഇന്ത്യ എന്ന് പറയുന്നത് എന്താ, സർവീസ് പ്രൊവൈഡ് ഒരു ഇക്കോണമിയാണ്. ഹൈ പോവേർട്ടി നമ്മുടെ ഇക്കോണമി ഇന്ത്യയിലും ഒരുപാട് പോവർട്ടി സിറ്റുവേഷൻസുകൾ ഉണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട് പ്രോബ്ലംസ്. ഹയർ ഇൻകം ഇൻഇക്വാലിറ്റിയും ഇവിടെ ഇന്ത്യയിലുണ്ട്. അതും ഒരു വലിയൊരു പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ടെക്നോളജിക്കലി ബാക്ക്വേർഡ് അല്ലെ. നമ്മൾ കൂടുതലും അഡോപ്റ്റ് ചെയ്യുന്നത് ഹൈലി ടെക്നോളജി ആയിട്ടും നമ്മൾ ഇന്ത്യൻ ടെക്നോളജി യൂസ് ചെയ്യുന്ന നമ്മൾ വേറെ കൺട്രീസിന്റെ ഓരോ ടെക്നോളജി കൂടുതലും അഡോപ്റ്റ് ചെയ്ത്. അപ്പൊ അതും ഒരു ഇന്ത്യൻ ടെക്നോളജി ബാക്ക്വേർഡ് ആവാനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെ കേട്ടോ. പിന്നെ ഉള്ളത് സ്ലോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. പിന്നെ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഹൈലി ഒരുപാട് ഇൻഡസ്ട്രിയൽ കാര്യങ്ങളും മെഷീൻസും കാര്യങ്ങളും എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും കൂടിയിട്ട് പ്രൊഡക്ടിവിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഒരു സ്ലോ ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് കാണാൻ പറ്റുന്നുള്ളൂ. നെക്സ്റ്റ് നോക്കൂ, അണ്ടർ ഡെവലപ്മെന്റ് മണി മാർക്കറ്റിലും ഇവരെന്താ അണ്ടർ ഡെവലപ്മെന്റ് ആണ് ഇന്ത്യൻ ഇക്കോണമി. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രോബ്ലംസുകളാണ് ഇന്ത്യൻ ഇക്കോണമിയുടെ ഒരു പ്രോബ്ലംസും മീൻസ് ഇത് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് കാര്യങ്ങളായിരിക്കും നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിന്റെ കൂടുതൽ ഇന്ത്യൻ ഇക്കോണമി ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ മീൻസ് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ മീൻസ് ഇതിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക. ഫാക്ച്വൽ ആയ കാര്യങ്ങളായതുകൊണ്ട് ഇന്ത്യൻ ഇക്കോണമിന്റെ ലെവൽ എന്താ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ട്രൈ ചെയ്യാൻ നോക്കട്ടോ.
ഓക്കെ, നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക ആ ഒരു രീതിയിലായിരിക്കും. ഇക്കോണമിയുടെ ഇപ്പോഴത്തെ ഒരു ലെവല് എന്താണോ ഇക്കണോമിക്കൽ ലെവൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇക്കോണമി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും കാര്യങ്ങളും അത്തരത്തിലുള്ള എക്സാം ക്വസ്റ്റ്യൻസുകളായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അപ്പം അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ ആവണം നിങ്ങളെ ഭാഗത്തു നിന്ന് കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ എടുത്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരേക്കും ബൈ.